ശ്രീജ കൂടി ചേരുന്നുണ്ട്. ശ്രീജ ഇന്ന് രാവിലെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, ഞാനും അത് തന്നെ മനസ്സിൽ ഓർത്തിരുന്നു. നമ്മൾ ഈ ആറ്റുകാൽ പോവുക എന്നാണ് തിരുവനന്തപുരത്ത് പറയുക. ആറ്റുകാൽ എന്നത് പൂർണ്ണമായി പറയാറില്ല. ആറ്റുകാൽ പോയി ആറ്റുകാൽ അമ്മച്ചിയെ ഒന്ന് കാണണം എന്ന് പറയാം. അങ്ങനെ ആറ്റുകാൽ അമ്മച്ചിയെ കണ്ട് ഈ സംസ്ഥാനത്തുടനീളമുള്ള മനുഷ്യരും ഇതിന് പുറത്തു നിന്നുള്ളവരും ഒക്കെ കണ്ടു മടങ്ങുകയാണ് നിർവൃതിയോടെ. ശ്രീജ നിൽക്കുന്ന സ്ഥലത്തും അത് തന്നെയാണെന്നറിയാം. കൂടെ സന്ധ്യയും ഇന്ദുലേഖയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് കാണുന്ന കാഴ്ച? ഈ പോകുന്നവരൊക്കെ എന്താണ് പറയുന്നത്? ഇനി വീട്ടിലെത്താനുള്ള തിരക്കാണ് മോത്തി. 2-3 ദിവസമായി വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് നമ്മളെപ്പോഴും പറയുമല്ലോ, സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബം അവരുടെ തലച്ചോറിനൊപ്പം കൊണ്ട് നടക്കുന്നവരാണ് സ്ത്രീകൾ സാധാരണ. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന ഈ സാധാരണക്കാരായ സ്ത്രീകൾ, അവരെ സംബന്ധിച്ച് ആ 2-3 ദിവസം മൊത്തം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച ശേഷമാണ് അവരിവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ തിരിച്ച് ഈ പൊങ്കാല നിവേദിച്ച പ്രസാദവുമായി തിരികെ വീട്ടിലെത്തി അത് വീട്ടിലുള്ളവർക്ക് കൊടുക്കുക. അത് ഇനി ഏറ്റവും വലിയ മിഷൻ അതാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ കാര്യമായി തന്നെ എല്ലാം തയ്യാറാണ്. ട്രെയിനുകളുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. അത്രയേറെ ചെറിയ വഴികളാണ് ഇങ്ങോട്ടുള്ളത്. ആ വഴി മുഴുവൻ ഇന്നലെ തൊട്ടോ അല്ലെങ്കിൽ മിനിയാന്ന് തൊട്ടോ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഈ പരിസരത്തുണ്ടായിരുന്നു. അവരെല്ലാം തിരികെ പോകുന്നൊരു സമയമാണ്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ തലയിൽ ആ ഒരു ബിഗ് ഷോപ്പർ ഇങ്ങോട്ട് വന്നപ്പോൾ അത് നിറയെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഒരു കലം നിറയെ ദേവിക്ക് സമർപ്പിച്ച പൊങ്കാല നിവേദ്യവും കൊണ്ടാണ് പോകുന്നത്. ആ പൊങ്കാല നിവേദ്യം പോകുന്ന വഴിയൊക്കെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ തരും. ഇപ്പം ഞാൻ ഒരു തെരളിയപ്പം കഴിച്ചു, കുറച്ച് പായസം കഴിച്ചു. മോത്തിക്ക് കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളിവിടെ എല്ലാവർക്കും ഇത് വഴി പോകുന്നുണ്ടായിരുന്ന എല്ലാവരും ഓരോ സ്പൂൺ പായസം തന്നിട്ട് പോവാണ്. അതൊക്കെയാണ് ഈ പൊങ്കാലയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അവർ ദേവിക്ക് നിവേദിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് നമ്മൾ ഈ കാണുന്നവർക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ കുറേശ്ശെ കൊടുത്തിട്ടാണ് പോകുന്നത്. തിരിച്ച് അക്കാര്യത്തിൽ ഒരു പരിഭവം പറയാനുണ്ട് കേട്ടോ. ശ്രീജ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഈ ഭക്തജനങ്ങളൊക്കെ പൊങ്കാലയും കൊണ്ട് മടങ്ങുന്നത്. അതുകൊണ്ട് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിങ്ങനെ ക്ഷേത്ര നടയിലായതുകൊണ്ട് ഇതുവഴി ആരും മടങ്ങി പോകുന്നില്ല എന്നതുകൊണ്ടും നമുക്കത് കിട്ടിയില്ല എന്നുള്ള പരിഭവം ഞങ്ങൾ രണ്ടാളും സംയുക്തമായി രേഖപ്പെടുത്തുന്നു. ശ്രീജ കരുതി വെക്കാം. ഇനി ആര് തന്നാലും അത് മോത്തിക്കും സന്ധിക്കും ഒപ്പം ഹിമയ്ക്കും കരുതി വെക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എടുത്തു വെക്കാം. അത് മതി. അങ്ങനെ ഉറപ്പായിട്ടും എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് മറന്നു പോകാതെ സ്വന്തം വയറ്റിലേക്ക് തന്നെ പോകാതിരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു ശ്രീജ. ഏതായാലും സന്തോഷമുണ്ട് എല്ലാ മനുഷ്യർക്കും. ഇനി തിരിച്ച് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമുക്കും അങ്ങനെ പൊങ്കാലയുടെ പങ്ക് അവിടെ നമ്മളെയും കാത്തിരിപ്പുണ്ടായിരിക്കും ക്യാൻറ്റീനിൽ. തീർച്ചയായും വിവിധ നാടുകളിൽ നിന്ന് വരുന്നവർ വിവിധ പ്രദേശങ്ങളിലായിരുന്നു പൊങ്കാല ഇടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസിന്റെ മുൻപിലും അതേ ഇരുന്ന് പൊങ്കാല സമർപ്പിക്കാനായി നിരവധി ഭക്തജന ലക്ഷങ്ങൾ അവിടെ എത്തിയ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. നമുക്ക് തമ്പാനൂർ വരെ പോകാം. കാരണം അഭിരാമിയുണ്ട്. ഈ വന്നവരെ എല്ലാം നമുക്ക് യാത്രയാക്കണ്ടേ? അഭിരാമി വന്നവരെയൊക്കെ ടാറ്റ പറഞ്ഞ് യാത്രയാക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ മോദി, അതെ. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് എത്തിയ ആൾക്കാരെ ഞങ്ങൾ സേഫായി ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറ്റി അവരവരുടെ നാടുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തമ്പാനൂരിലാണ് ഇപ്പോൾ ഉള്ളത്. തമ്പാനൂർ ബസ് ടെർമിനലിലാണ്. ഇവിടെ ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ വരും. അതിൽ കൃത്യം ആളുകളെ കയറ്റുകയും ആ ബസ്സുകൾ കറക്റ്റായി അധികം സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTCയിലെ ഉദ്യോഗസ്ഥരടക്കം പോലീസ് അടക്കം എത്തിയാണ് ഈ ആളുകളെ കയറ്റുന്നതും ബസ്സുകൾ കൃത്യസമയത്ത് ഈ സ്റ്റാൻഡിൽ നിന്നും സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വരുന്നതുമൊക്കെ. അങ്ങനെ ഒരു കൃത്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ നാടുകളിലേക്ക് കൃത്യസമയത്ത് തന്നെ പോകാൻ സാധിക്കും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ആളുകൾ ഓരോരുത്തരായി ഇങ്ങനെ അവരുടെ പൊങ്കാലക്കലങ്ങളൊക്കെയായി തമ്പാനൂരിലേക്ക് വരികയാണ്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ അവരിങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSRTC ബസ്സുകളാണെങ്കിൽ ഇവിടെ നിന്നും ദീർഘദൂര സർവീസുകൾ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. അതിലെല്ലാം നിറയെ യാത്രക്കാരാണ്. അവരുടെ നൈവേദ്യവുമായി അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് അങ്ങനെ മടങ്ങി പോവുകയാണ്. പൊങ്കാല ഇട്ടവർ എല്ലാം ചില ആളുകൾ ഇങ്ങനെ അവർ വന്ന കൂട്ടമായി വന്ന വണ്ടിക്ക് വേണ്ടി സ്വകാര്യ വാഹനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ടാറ്റ പറഞ്ഞ് തിരുവനന്തപുരത്തോട് യാത്ര പറഞ്ഞ് അങ്ങനെ ആളുകൾ പോവുകയാണ്. ഇനി അടുത്ത വർഷം കാണാം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ഈ വർഷത്തെ ഓർമ്മകളുമായി അങ്ങനെ മടങ്ങുകയാണ്. നിരവധി യാത്രക്കാരാണ്
അലച്ചിലുമില്ലാതെ അവരെയൊക്കെ യഥാസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദീർഘദൂര സർവീസുകളുണ്ട്, അതുപോലെ തന്നെ ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട്. ഇതിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ പൊങ്കാലയിട്ട് കഴിഞ്ഞവരാണോ? എങ്ങോട്ടാ പോകുന്നേ? ഇനി എവിടുന്നാ ബസ് കിട്ടുക? കിട്ടും. അപ്പൊ പൊങ്കാലയൊക്കെ അടിപൊളിയാക്കി. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ അനുഭവം? എന്തൊക്കെ പ്രസാദങ്ങളാണ് ഉണ്ടാക്കിയത്? ഞങ്ങൾ പായസമായിരുന്നു ഇട്ടിരുന്നത്. നിങ്ങൾ മാത്രമാണോ ചെയ്തത്? ഞങ്ങളല്ല, അങ്ങനെ. ഓക്കെ, അപ്പൊ എല്ലാം അടിപൊളിയായി. ഇനി അടുത്ത വർഷം വരുമോ? വരും. അപ്പൊ ഇഷ്ടമായി. ഓക്കെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഇത്രയും കാണുന്നത്. കേട്ടിട്ടേ ഉള്ളൂ, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യം ഇങ്ങനെ കാണുന്നത് ഇത്രയും തമ്പാനൂർ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. അപ്പൊ എക്സ്പ്ലോർ ചെയ്തു കുറെ സന്തോഷമായി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വട്ടവും വരണം. ഓക്കെ, അപ്പൊ ബസ്സിന് താമസിച്ചാണ് അല്ലേ? ഇനി അവരെ പിടിച്ചു നിർത്തുന്നില്ല, അവരുടെ ബസ്സിന് സമയമായി കഴിഞ്ഞു. ഒരു സൈഡിൽ ബസ്സുകളിൽ ആളുകൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇതാ നഗരം വൃത്തിയാക്കുന്ന നടപടികളിലേക്ക് ശുചീകരണ തൊഴിലാളികളൊക്കെ എത്തി നഗരം വൃത്തിയാക്കുന്ന നടപടികളാണ് മറുവശത്ത് കാണുന്നത്. അങ്ങനെ വീണ്ടും തിരുവനന്തപുരം നഗരം ശുചിയായി എങ്ങനെയാണോ പൊങ്കാലയ്ക്ക് മുമ്പുണ്ടായിരുന്നത് അതേ രീതിയിൽ മാറുന്നൊരു കാഴ്ച ഇവിടെ തമ്പാനൂരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും.